നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ 5ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പ്രോബ്ലം, ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിങ്ങിലെ ഒരു പ്രോബ്ലം ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇത് ഇല്ലസ്ട്രേഷൻ 2 ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എക്സ്പെൻസസ് ഒക്കെ ഓരോ ബേസിസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് prepare departmental trading profit and loss account for the year ended 31st December 2014 and a balance sheet as on that date in the book of such traders. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റലിന്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റോക്ക് ഓൺ 1st January 2014. അത് ഡിപ്പാർട്ട്മെന്റ് എയുടേതും ബിയുടേതും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പർച്ചേസസ്, സെയിൽസ്, വേജസ്, ഇത്ര ഐറ്റംസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് റെന്റ്, സാലറി, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അഡ്വർടൈസിംഗ്, ക്യാരേജ് ഇൻവേഴ്സ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അതില് ഈ കുറച്ച് അസറ്റ് ലയബിലിറ്റീസും തന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കാണിക്കണം. അതുകൂടാതെ റെന്റ്, സാലറി പോലെയുള്ള കുറച്ച് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ഇതൊന്നും സെപ്പറേറ്റ് ചെയ്തല്ല തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിന്റെ ബേസിസ് സെപ്പറേറ്റ് ചെയ്യണം, നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, റെന്റ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, സാലറി, ഡിപ്രീസിയേഷൻ, ഇതെല്ലാം 2:1 റേഷ്യോയില് ഡിപ്പാർട്ട്മെന്റ് എക്കും ബിക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതർ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്, ഇത് എന്താണ്? സ്യൂട്ടബിൾ ബേസിസിൽ വീതിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ട് കുറച്ച് അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ് പറയുന്നുണ്ട്. അതായത് റെന്റ് പ്രീപെയ്ഡ് 370 ഉണ്ട്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് 180 ഉണ്ട്, ദെൻ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സും പ്ലാന്റ് ആൻഡ് മെഷീനറി 10% പെർ ആനം ഉണ്ട്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എയുടേതും ബിയുടേതും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കേണ്ടത് എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് തന്നിരിക്കുന്നത്. നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ട ഐറ്റം ആണ് അത്. നമുക്ക് ആദ്യം തന്നെ എഴുതാം. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് എയുടേത് 5400, ഡിപ്പാർട്ട്മെന്റ് ബിയുടേത് 4900. രണ്ടാമത്തെ ഐറ്റം പർച്ചേസസ്, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാമതായിട്ട് എഴുതേണ്ടത് പർച്ചേസസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എയുടെ എമൗണ്ട് 9800, ഡിപ്പാർട്ട്മെന്റ് ബി 7350. ഇനി അടുത്ത് നോക്കിയാൽ സെയിൽസ്. സെയിൽസ് എവിടെ വരുന്ന ഐറ്റം ആണ്? നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ്. അപ്പൊ നമുക്ക് എഴുതാം ബൈ സെയിൽസ്. എമൗണ്ട് എത്രയൊക്കെയാണ്? 16900, ദെൻ 13520. ഇനി അടുത്ത് എന്താണ്? വേജസ്. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരേണ്ട ഐറ്റം ആണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമുക്ക് എഴുതാം വേജസ്. വേജസ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1340, പിന്നെ എത്രയാണ്? 240. നോക്കിയേ, ഇനി നമ്മൾ നോക്കേണ്ടത് താഴോട്ട് തന്നിരിക്കുന്ന എക്സ്പെൻസസ് നോക്കുക. അതിൽ ഏതെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, റെന്റ് ഇവിടെ വരുന്നതല്ല. സാലറി, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അഡ്വർടൈസിങ്, ക്യാരേജ് ഇൻവേർട്സ്. അപ്പൊ ഇത്രയും ഐറ്റംസ് തന്നതില് ക്യാരേജ് ഇൻവേർട്സ് മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഒരു എക്സ്പെൻസ്. അപ്പൊ നമുക്ക് എഴുതാം ക്യാരേജ് ഇൻവേർട്സ്. എമൗണ്ട് എത്രയാണ്? 469. അപ്പൊ നമ്മളിവിടെ 469 എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, രണ്ടിനും വീതിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ ക്യാരേജ് ഇൻവേർട്സ് വീതിക്കുന്നതിനെ പറ്റി നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റിലൊന്നും പറഞ്ഞിട്ടില്ല, ഇൻഫർമേഷനിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ എക്സ്പെൻസസ് എന്തിന്റെ ബേസിസിൽ വീതിക്കണം എന്നുള്ളത്. ക്യാരേജ് എപ്പോഴും വീതിക്കണം പർച്ചേസസിന്റെ ബേസിസിലായിരിക്കണം. ഏതാണ്? ക്യാരേജ് ഇൻവേർട്സ്.
ഇപ്പൊ ക്യാരേജ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ റോ മെറ്റീരിയൽ ഒക്കെ വാങ്ങി അത് അവിടെ നിന്ന് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടായ ചെലവ്, വണ്ടിക്കൂലിയാണ് ക്യാരേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ പർച്ചേസസിന്റെ ബേസിസിൽ വേണം ക്യാരേജ് ഇൻവേഴ്സ് വീതിക്കാൻ. അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ മൊത്തം ഇവിടെ പർച്ചേസസ് എത്രയൊക്കെയാണ്? ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് എയുടെ പർച്ചേസസ് എന്ന് പറഞ്ഞാല് 9800 ഡിപ്പാർട്ട്മെന്റ് ബിയുടേത് എത്രയാണ്? 7350 ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം നമ്മുടെ പർച്ചേസസ് എന്ന് പറയുന്നത് എത്ര വരും? 17150 വരും. ഓക്കെ, അപ്പൊ ടോട്ടൽ പർച്ചേസസ് എത്രയാണ്? 17150. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടേത് കണ്ടുപിടിക്കാം. ഡിപ്പാർട്ട്മെന്റ് എ എന്ന് പറയുമ്പോൾ മൊത്തം ക്യാരേജ് എത്രയാണ്? 469 ഡിവൈഡഡ് ബൈ 17150 ഇൻറ്റു മൊത്തത്തിലുള്ള പർച്ചേസസിൽ നിന്നും ഈ എയുടെ മാത്രം പർച്ചേസസ് ഗുണിക്കുക. അപ്പൊ എന്താണ്? 469 എന്ന് പറഞ്ഞാൽ ക്യാരേജ് ആണ്. ക്യാരേജ് ഡിവൈഡ് ബൈ ടോട്ടൽ പർച്ചേസസ് ഇൻറ്റു ഡിപ്പാർട്ട്മെന്റ് എയുടെ പർച്ചേസസ്. അതേപോലെ ബിയുടേതും അങ്ങനെയാണ്. 469 ഡിവൈഡഡ് ബൈ ടോട്ടൽ പർച്ചേസ് ആയ 17150 ഇൻറ്റു ബിയുടെ പർച്ചേസസ് എന്ന് പറയുന്നത് 7350. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 268. അടുത്തത് കിട്ടുന്നത് എത്രയാണ്? 201. അപ്പൊ നമുക്ക് എഴുതാം. ഇത്രയൊക്കെയാണ് എയുടേത്. 268 ബിയുടേത് 201. ഇനി നോക്കിയേ, ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്രയാണ്? രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ലാസ്റ്റ് പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് എയുടെ 2748, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 2401 ആണ്. അപ്പൊ നമുക്ക് എഴുതാം. ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എയുടേത് 2748, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 2401. ഇത് ബാലൻസ് ചെയ്യാം. ആദ്യം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എയുടേത് ബാലൻസ് ചെയ്യാം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എ ചെയ്യുമ്പം ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നത്. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 19648. അതിൽ നിന്നും ഈ ഡെബിറ്റിലുള്ള ഐറ്റംസ് എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് വരുന്നത് 2840. ഇനി ഡിപ്പാർട്ട്മെന്റ് ബി ചെയ്യുമ്പോഴും എന്താണ് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നത്. 5921. അതിൽ നിന്നും നമുക്ക് എഴുതാം 15921. അതിൽ നിന്നും ഡെബിറ്റിലെ എമൗണ്ട് എല്ലാം കുറയ്ക്കുമ്പം 3230. ഇതെന്താണ്? പ്രോഫിറ്റ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്കിനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇനി ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യണം. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. എമൗണ്ട് എത്രയൊക്കെയായിരുന്നു? 2840, 3230. നമുക്ക് ഓരോ എക്സ്പെൻസ് നോക്കാം. നോക്കിയേ, റെന്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് വീതിക്കേണ്ടത് 2:1 റേഷ്യോയിലാണ്. അപ്പൊ റെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ട ഫസ്റ്റ് എക്സ്പെൻസ് ആണ്. എഴുതാൻ റെന്റ്. അപ്പൊ നോക്കിയേ, ഇവിടെ റെന്റ് മൊത്തം എത്രയാണ് എമൗണ്ട്? 1870 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഈ 1870 നമ്മളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്. അതിലെ 370 എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ആണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാത് വർഷങ്ങളിലെ എക്സ്പെൻസസും ഇൻകവും മാത്രമേ നമ്മൾ അതാത് വർഷം കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തത് ഈ വർഷം കൊടുത്തു. അപ്പൊ ഈ വർഷം കൊടുത്താലും നമ്മളത് ഈ വർഷം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് നമ്മളുടെ റെന്റ് മൊത്തത്തിൽ ഇവിടെ എത്രയാണ്? 1870 ആണെങ്കിൽ അതിൽ നിന്നും പ്രീപെയ്ഡ് ആയ 370 പോയിട്ട് 1500 റെന്റ് ആണ് ഈ വർഷത്തത്. അപ്പൊ നമ്മൾ ഈ വർഷത്തത് മാത്രമേ ഈ വർഷം കാണിക്കാൻ പാടുള്ളൂ. പ്രീപെയ്ഡ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഈ 1500-നെ നമ്മൾ ഏത് റേഷ്യോയിൽ വീതിക്കണം? 2:1 റേഷ്യോയിൽ വീതിക്കണം. വീതിക്കുക എന്ന് പറയുമ്പോൾ 1500 ഇൻറ്റു 2/3 എന്ന് ഡിപ്പാർട്ട്മെന്റ് എക്കും 1500 ഇൻറ്റു 1/3 എന്ന് ഡിപ്പാർട്ട്മെന്റ് ബിക്കും എന്ത് കിട്ടും? 1000 ഡിപ്പാർട്ട്മെന്റ് എക്കും
500 ഡിപ്പാർട്ട്മെന്റ് ബിക്കും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് എയുടെയും ബിയുടെയും എമൗണ്ട് എഴുതാം. ഡിപ്പാർട്ട്മെന്റ് എക്ക് 1000, ഡിപ്പാർട്ട്മെന്റ് ബിക്ക് 500. ഇനി അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് സാലറീസ് ആണ്. നമുക്ക് എഴുതാം സാലറീസും ഇവിടെ വീതിച്ചല്ല തന്നിരിക്കുന്നത്, 1320 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ അത് പറയുന്നുണ്ട്, സാലറിയും നമ്മൾ 2:1 റേഷ്യോയിൽ വേണം വീതിക്കാൻ. അപ്പം 1320 ഇൻറ്റു 2/3 1320 ഇൻറ്റു 1/3 ചെയ്യണം. അപ്പൊ എങ്ങനെയൊക്കെ വരും, 880 440 വരും. ഇനി എന്താണ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ആണ്. അതും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരേണ്ടത്. എഴുതാം, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് എത്രയാണ്, 420 ആണ്. അപ്പൊ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ അത് പറയുന്നുണ്ട്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഒരു 180 രൂപ കൂടി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർഷം കൊടുക്കേണ്ടതാണ്, കൊടുത്തില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വർഷം കൊടുക്കേണ്ടതെല്ലാം ഈ വർഷം തന്നെ കാണിക്കണം. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പൊ ഇവിടെ മൊത്തം 420 ആണെങ്കിൽ അതിൻ്റെ കൂടെ 180 കൂടി കൂട്ടുമ്പം 600 ആണ് ഇവിടെ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ പ്രീപെയ്ഡ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർഷം കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പോലും അത് ഈ വർഷത്തെ കണക്കിൽ കാണിക്കണം. അപ്പൊ നമുക്കിവിടെ എത്ര വരും, 600 വരും. അപ്പം ഈ 600നെയും നമ്മളിവിടെ 2:1 ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അതും 2:1 റേഷ്യോയിലാണ്. അപ്പൊ 600 ഇൻറ്റു 2/3 അപ്പൊ എത്ര വരും, 400. ദെൻ 600 ഇൻറ്റു 1/3 എത്ര വരും, 200. അപ്പൊ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് 400 200. ഇനി അടുത്ത എക്സ്പെൻസസ് ആണ് ഏത്, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞത്. നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ചു. നമ്മൾ ആർക്കാണ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്, നമ്മൾ സാധനം വിൽക്കുന്ന ആർക്കാണോ അവർക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടി. എപ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുമ്പം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ എന്തെങ്കിലും സാധനം കസ്റ്റമറിന് വിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പൊ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും ഇവിടെ ക്വസ്റ്റ്യനിൽ എങ്ങനെ വീതിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഓർത്തോണം, ഡിസ്കൗണ്ട് അലൗഡ് വീതിക്കേണ്ടത് സെയിൽസിന്റെ, നെറ്റ് സെയിൽസിന്റെ അടിസ്ഥാനത്തിലും ഡിസ്കൗണ്ട് റിസീവ്ഡ് വീതിക്കേണ്ടത് പർച്ചേസസിന്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് വീതിക്കാം. ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്, 441 ആണ്. അപ്പം ഈ 441നെ നമ്മൾ ഇവിടെ നമ്മുടെ സെയിൽസ് മൊത്തത്തിൽ എത്ര നോക്കണം. സെയിൽസ് മൊത്തത്തിലെന്ന് പറയുമ്പം 30,420 ആണ്. അപ്പം 441 ഡിവൈഡ് ബൈ 30,420. ഈ 30,420 എങ്ങനെയാ വന്നത്, ഡിപ്പാർട്ട്മെന്റ് എയുടെയും ഡിപ്പാർട്ട്മെന്റ് ബിയുടെയും സെയിൽസ് കൂട്ടണം. അതേ ഇൻറ്റു ഡിപ്പാർട്ട്മെന്റ് എയുടെ മാത്രം സെയിൽസ്. ഡിപ്പാർട്ട്മെന്റ് എയുടെ മാത്രം സെയിൽസ് എത്രയാണ്, 16,900. ഇനി ഡിപ്പാർട്ട്മെന്റ് ബിയും 441 ഡിവൈഡ് ബൈ 30,420 ഇൻറ്റു ബിയുടെ സെയിൽസ് എത്രയാണ്, 13,520. നമുക്ക് എഴുതാം, ഡിസ്കൗണ്ട് 441 വീതിക്ക് നമുക്ക് കിട്ടുന്നത് 245 190. ഇനി അടുത്തായിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് ഇവിടെ വീതിക്കുന്ന പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, അഡ്വർടൈസ്മെന്റും സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ വേണം വീതിക്കാൻ. അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെന്റ് എത്രയാണ്, 738 ആണ്. അതും 30,420 ആണ് ടോട്ടൽ സെയിൽസ്. അതേ ഇൻറ്റു 16,900 ചെയ്യുമ്പം ഏഴതും. ദെൻ 738 ഡിവൈഡ് ബൈ 30,420 ഇൻറ്റു 13,520 ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ബിയുടെ അഡ്വർടൈസ്മെന്റും കിട്ടും. നമുക്ക് എഴുതാം, അഡ്വർടൈസ്മെന്റ് എമൗണ്ട് ഇവിടെ എത്രയൊക്കെയാണ് കിട്ടുന്നത്, 738 നമ്മൾ വീതിക്കുമ്പം ഡിപ്പാർട്ട്മെന്റ് എയുടെ 410 ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 328. ഇനി നമുക്ക് എക്സ്പെൻസസ് ഒന്നും ട്രയൽ ബാലൻസിൽ തന്നിട്ടില്ല. പക്ഷേ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ അല്ലെ. ഡിപ്രീസിയേഷൻ എന്തൊക്കെയാണ്, ഇവിടെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിനും അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, ഇവിടെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 600 രൂപയാണ്. 600 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 60 രൂപ കിട്ടും. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി 4,200 ആണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 420 കിട്ടും. അപ്പം ടോട്ടൽ ഡിപ്രീസിയേഷൻ 480 ആണ്. ഈ 480നെയും നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് എക്കും ബിക്കും വീതിച്ചു കൊടുക്കണം. 80നെ വീതിക്കേണ്ടത് 2:1 റേഷ്യോ എന്ന് പറയുന്നു. അതായത് 2/3 ദെൻ 480 ഇൻറ്റു 1/3.
അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എക്ക് 480 × 2/3 എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എക്ക് വരുന്നത് എത്രയാണ്? 320. നമുക്ക് എഴുതാം ഡിപ്രീസിയേഷൻ. ഡിപ്പാർട്ട്മെന്റ് എക്ക് 320, ഡിപ്പാർട്ട്മെന്റ് ബിക്ക് 160 വരും. അപ്പൊ എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ഇൻകം ഉണ്ട്. നമ്മുടെ ഇവിടെ ഇടയ്ക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരു 133 രൂപ തന്നിരുന്നു. നമുക്ക് ഈ ഡിസ്കൗണ്ട് റിസീവ്ഡിനെ ഇനി അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ മൊത്തം 133 രൂപയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് കിട്ടുന്നത്. അപ്പൊ അത് അലോക്കേറ്റ് ചെയ്യേണ്ട എന്തിന്റെ ബേസിസിലാണ്? പർച്ചേസസിന്റെ ബേസിസിലാണ്. അപ്പൊ എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ പർച്ചേസ് എത്രയാണ്? 17,150 ഇൻറ്റു ഏത് ഡിപ്പാർട്ട്മെന്റ്? എ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ്. എ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് എത്രയാണ്? 9,800. അതേപോലെ ബിയുടെ കണ്ടുപിടിക്കണമെങ്കിലും ഡിസ്കൗണ്ട് റിസീവ്ഡ് ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ പർച്ചേസ് ഇൻറ്റു ബിയുടെ പർച്ചേസ് എത്രയാണ്? 7,350. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് റിസീവ്ഡ് അലോക്കേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം, ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, ഇൻകം ആയതുകൊണ്ട് ഡിസ്കൗണ്ട് 76, രണ്ടാമത്തത് 57 കിട്ടും. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് വീതിച്ചു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വേണം ബാലൻസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഡിപ്പാർട്ട്മെന്റ് എ ബാലൻസ് ചെയ്യാം. അപ്പം ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കൂട്ടുമ്പോൾ ഇവിടെ ഡെബിറ്റ് എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഡെബിറ്റ് എമൗണ്ട് വേണം ടോട്ടൽ കോളത്തിൽ കാണിക്കാൻ. അതായത് ഡെബിറ്റ് എമൗണ്ട് മൊത്തം എത്രയാണ്? 3,255 വരും. അതിൽ നിന്നും ക്രെഡിറ്റ് എമൗണ്ട് കുറയ്ക്കുമ്പോൾ 339 രൂപയുടെ ഡിഫറൻസ് വന്നു. അപ്പൊ ഇവിടെ ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് കുറവായിട്ട് ഇവിടെ എന്താണ്? ലോസ് ആണ്, നെറ്റ് ലോസ്. ഇനി ഡിപ്പാർട്ട്മെന്റ് ബി നോക്കുമ്പോൾ ഇവിടെ ക്രെഡിറ്റിന്റെ എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നത്. എത്രയാണ്? 3,287. അതിൽ നിന്നും ഡെബിറ്റ് അവിടെ കുറയ്ക്കുമ്പോൾ 1,463. ഇതെന്താണ്? നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഒരിടത്ത് ഡിപ്പാർട്ട്മെന്റ് എക്ക് ലോസും ഡിപ്പാർട്ട്മെന്റ് ബിക്ക് പ്രോഫിറ്റും ആണ്. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പൊ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ആദ്യം തന്നെ ലയബിലിറ്റി സൈഡ് നോക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 9,530 രൂപ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ക്യാപിറ്റൽ. ഇവിടെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഔട്ടർ കോളത്തിൽ കാണിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഇതിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടണം, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടണം. അപ്പൊ ക്യാപിറ്റൽ 9,530 എന്ന് നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആ പ്രോഫിറ്റ് കൂട്ടാം. ആഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ബി. ഡിപ്പാർട്ട്മെന്റ് ബിയുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 1,463. ഇവിടെ ഇപ്പൊ രണ്ടിനും പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ രണ്ടും കൂട്ടിയാണ്. ഇവിടെ ഒരു പ്രോഫിറ്റും ഒരു ലോസും ആണ്. അപ്പൊ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,993 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നെറ്റ് ലോസ് കുറയ്ക്കണം. നെറ്റ് ലോസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ. ഡിപ്പാർട്ട്മെന്റ് എയുടെ 339 രൂപ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 10,654. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? ഡ്രോയിങ്സ് ഒരു 900 പറയുന്നുണ്ട്. അത് നമുക്ക് കുറയ്ക്കണം. അപ്പൊ എഴുതാം ലെസ് ഡ്രോയിങ്സ്. 900 കുറച്ചിട്ടുള്ള എമൗണ്ട് 9,754 രൂപ ഔട്ടറിൽ കാണിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറയുന്നത് ലയബിലിറ്റീസ് എന്തൊക്കെയാ നോക്കണം. ലയബിലിറ്റീസ് നോക്കിയാൽ സൺട്രി ക്രെഡിറ്റേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം സൺട്രി ക്രെഡിറ്റേഴ്സ് 1,737. ഇനി നോക്കിയേ, ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് ഒരു ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വർഷം കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അത് ലയബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. എത്രയാണ് എമൗണ്ട്? 180. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളുടെ ലയബിലിറ്റി സൈഡിൽ വരുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുക 13,671 ലയബിലിറ്റി സൈഡിൽ വന്നു. നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ നമുക്ക് തന്നിരിക്കുന്ന അസറ്റിലെ ഫസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതാം. പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിനും ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി 4,200 ആണ്. അതിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ ആയ 420 കുറച്ചിട്ട് വേണം എമൗണ്ട് എഴുതാൻ. 3,780.
അതുപോലെ അടുത്ത ഐറ്റം ആണ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 600 അതിൽ നിന്നും ഡിപ്രീസിയേഷനായ 60 കുറയ്ക്കണം 540 ഔട്ടർ കോളത്തിൽ എഴുതണം. പിന്നെയുള്ള എന്താണ്? പിന്നെ അസറ്റ് എന്ന് പറഞ്ഞാൽ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. നമുക്ക് എഴുതാം സൺട്രി ഡെപ്റ്റേഴ്സ് 1820. ഇനി അടുത്ത എന്താണ്? പിന്നെ തന്നിരിക്കുന്നത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് വേണം നമ്മളിവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് എടുക്കേണ്ടത്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എന്താണ് അഡ്ജസ്റ്റ്മെന്റിലാണ് തരുന്നത്. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്ക് വേണം നമ്മൾ ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്ക് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് 2 ഡിപ്പാർട്ട്മെന്റുകൂടെ കൂട്ടിയിട്ട് വേണം എഴുതാൻ. എത്ര വരും? 5149. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല ഇവിടെ എടുക്കേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്കെ ബാലൻസ് ഷീറ്റിൽ എടുക്കാവും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. നമുക്ക് എഴുതാം ക്യാഷ് അറ്റ് ബാങ്ക് 1980. ക്യാഷ് ഇൻ ഹാൻഡ് 32. ഇനി നോക്കിയേ, അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്, ഒരു പ്രീപെയ്ഡ് റെന്റ് പറയുന്നുണ്ട് അല്ലേ? ഒരു റെന്റ് അടുത്ത വർഷത്തെ റെന്റ് ഈ വർഷം കൊടുത്തു. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അസറ്റ് ആണ്. നമ്മളൊരു എക്സ്പെൻസ് മുൻകൂട്ടി കൊടുത്താൽ നമുക്കത് അസറ്റ് ആണ്. അപ്പൊ എഴുതാം പ്രീപെയ്ഡ് റെന്റ് 170. അപ്പൊ നമുക്കിനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതും 13,671. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുമ്പം അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് അസറ്റ് സൈഡിൽ കാണിക്കുക. ഏതെങ്കിലും എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഇനി ഏതെങ്കിലും ഒരു ഇൻകം പ്രീപെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നാൽ അത് ലയബിലിറ്റിയും, ഒരു ഇൻകം അക്രൂഡ് വന്നാൽ അത് അസറ്റ് ആയിട്ടും കാണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ്. അതിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും വരയ്ക്കാൻ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ്പെൻസസ് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് വരും വീഡിയോസിലൂടെ കാണാം.